everyone, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രദറിനെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മൾ പെട്ടി പൊട്ടിക്കൽ പരിപാടിയാണ്. നമുക്കിതിൽ പെട്ടി പൊട്ടിക്കുക എന്നുള്ളതല്ല, അപ്പം നമുക്ക് വിശ്വസിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് അതൊരു എന്താ പറയുക, ഒരു ഫീലാണ്. പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഇൻഡപ്പയ്ക്ക് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് ഇതേപോലെ ആയിരുന്നു. നമുക്ക് പെട്ടി പൊട്ടിക്കുക കാരണം ഇപ്പോൾ വരുന്നതിനേക്കാളും എക്സൈറ്റ്മെൻറ്റ് പെട്ടിയിൽ എന്തുണ്ട്, പെട്ടി പൊട്ടിക്കലുണ്ട്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകും. എന്നാലും നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. മിഠായി കിട്ടുന്നതും അത് കിട്ടുന്നതും ഇത് കിട്ടുന്നതും ടോട്ടലി ഭയങ്കര ഹാപ്പിയുള്ളൊരു പരിപാടിയാണത്. എനിക്ക് ഭയങ്കര ഹാപ്പിയുള്ളതാണ്. അതുപോലെ നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോയിട്ട് പോലും വരുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയാണ്. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് ഇതേപോലെ നമ്മളിങ്ങനെ ബട്ടൺ അമർത്തി അല്ലെങ്കിൽ ഇങ്ങനെ തുറക്കണ മേക്കപ്പ് ബോക്സ് ഉണ്ടല്ലോ, റെഡ് കളറിനുണ്ട് കേട്ടോ, അത് കൊണ്ടുവരാൻ പറഞ്ഞത്. അതിപ്പോൾ ആ കുട്ടി ഇഷ്ടമായിരുന്നല്ലോ മേക്കപ്പ് ചെയ്യണേ. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവരാറുണ്ട്. ഏതോ ഒരു പ്രാവശ്യം എളാപ്പാൻ്റെ അടുത്ത് എന്താണ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റാണ്ട് അങ്ങനെ എളാപ്പാനത്ത് ഇപ്പോൾ കൊടുത്തേക്കൊക്കെ ഇനി ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. നമുക്ക് ഡ്രസ്സ്, ടോപ്പ്, ഉടുപ്പ്, ഒരുപാട് സാധനങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഉമ്മിപ്പൊക്കെ പറയണ ടാങ്ക്, ഫെയറി, പാൽപ്പൊടി, അതൊക്കെ പിന്നെ മാൻഡേറ്ററി ആണ്. അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ടൈമിൽ പിന്നെ നമ്മളൊരു 8ൽ 10ൽ പഠിക്കുന്ന സമയത്ത് വെറും ഷൂ വാച്ച്, ബാഗ് ഷൂ വാച്ച് ഇങ്ങനെ ലൈക്ക് നമുക്കൊരു ഇത്ര സാധനങ്ങളൊന്നുമില്ലേ. പിന്നെ നമ്മളെ ഉമ്മിറ്റൊക്കെ പണ്ടൊക്കെ ഫെയർ ലവ്ലി അങ്ങനത്തെ ഉപയോഗിച്ചിരുന്നത് അന്ന് കേട്ടോ. പക്ഷേ ഇപ്പോൾ കോസ്മെറ്റിക്സ് അങ്ങനത്തെ ടൈപ്പൊന്നും കൊണ്ടുവരില്ല. ബിക്കോസ് നമ്മളിപ്പോൾ ഡോട്ടാൻകി ആയി, ആക്ലോജിക്കലായി, ആൻഡ് നമ്മൾ ഭയങ്കര ബ്രാൻഡായി, നമ്മൾ സെറ്റാഫിലൊക്കെ അങ്ങനെയൊക്കെ. അപ്പോൾ അതൊന്നും നമുക്ക് അവിടുന്ന് കൊണ്ടുവരാൻ ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി ഓൺലൈനിലും ഓഫ്ലൈനിലൊക്കെ നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ അതൊന്നും കൊണ്ടുവരാൻ പറയില്ല. പിന്നെ ഇപ്പോൾ ഞാൻ അഡിക്റ്റഡ് ആയിട്ടുള്ളത് പെർഫ്യൂമിലാണ്. എനിക്ക് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈഡിയായിട്ട് ഭയങ്കര അധികം ഒരു അഡിക്ഷനാണ്. എത്ര പെർഫ്യൂം അടിച്ചാലും മതി വരാത്തൊരു ഫ്ലേവർ, നല്ല സ്മെല്ല്. നമ്മൾ സ്മെല്ല് ചെയ്യുന്നുണ്ടെന്ന് വേറൊരാൾ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം മെയിനായിട്ട് നമ്മൾ മക്കൾസിൻ്റെ ഒരു പരിപാടിയാണ് എന്ത്, പെട്ടിപ്പൊട്ടിക്കൽ. ഇപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഓൽക്കാനുള്ളത്. അപ്പം നമുക്ക് ആ എക്സൈറ്റ്മെൻറ്റും പിന്നെ സാധനങ്ങളും മടിപ്പാണ്ടിയും എല്ലാവരും ഒരു പരിപാടി ഇങ്ങനെ. അപ്പം നമുക്കൊന്ന് കണ്ടാലോ. അപ്പം ഞാൻ ഓൾറെഡി എന്താണ് മേലെയാണുള്ളത്. ഞാൻ കണ്ടോ താഴത്ത് ഭയങ്കര സൗണ്ടാണ്, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മേലെയുള്ളത് ഞാൻ താഴത്ത് പോയിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് ഏതാണ് പരിപാടി എന്നുള്ളതൊക്കെ. മിക്കവാറും മക്കളൊക്കെ സ്റ്റീൽ ബോഡിയിലൊക്കെ ആരും അതുങ്ങൾ മറക്കണം. കാരണം ഓലിപ്പോൾ ഓല് പറയലും പിയാനും കൊണ്ട് ഒരു തൊഴിലുമല്ല. ഞങ്ങളിപ്പോൾ നിൽക്കുമ്പോൾ വല്ല സ്റ്റാൻഡേർഡായിട്ട് നിൽക്കണം. കാരണം ഈ എവിടെ ചെന്നാലും വീഡിയോ എടുത്തിട്ട് ഓലെ നാട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പേരുള്ള സ്ഥിതിക്ക് നമുക്ക് ഓലെ നാട്ടിക്കാം, അതാണ് സംഭവം. അപ്പോൾ ഓലൊക്കെ സ്റ്റീൽ ബോഡിയിലാക്കാരം. ഐഷുമ്മൊക്കെ ഏത് ബോഡിയിലാന്ന് കണ്ടറിയോളും, ചിലപ്പോൾ സ്റ്റീൽ ബോഡിയിലാക്കാരം കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തേക്ക് ചെന്നാക്കാം ബാക്കി കലാപരിപാടികളിൽ. അങ്ങനെ നമ്മളെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ പെട്ടി തുറന്നിട്ടുണ്ട്. പിന്നെ പെട്ടി തുറന്നാൽ തേനീച്ചക്കൂട്ട് എത്തുന്ന മാതിരി തേനിൻ്റെ അടുത്ത് അതേപോലെ നമ്മൾ ഐഷുമ്മി, ലാസി, യാഷു എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ലാസി എന്താണ്, ലാഷും എന്താണ് സ്റ്റീൽ ബോഡിയിലാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് കുനാഫ ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം കൊടുത്തവിടെ വെച്ചു, പക്ഷെ നിങ്ങൾ കാണിക്കണമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്ത് അത് എടുത്തിട്ട് ആദ്യം ഞാൻ എൻ്റെ കയ്യിലെടുത്തിട്ടാണ് പിന്നെ അവിടെ വെച്ചത്. പിന്നെ പ്രിങ്കിൾസ് ഉണ്ടായിരുന്നു. പ്രിങ്കിൾസ് പറയുന്നത് ഞങ്ങൾ 3 കുട്ടികൾക്കും ഭയങ്കര അധികം ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ആവശ്യമല്ലേ, വേറെ സാധനം കൊണ്ട് എൻ്റെ ബേക്കിലിരുന്നിട്ട് വേറെ എന്തോ പണിയിലാണ്. അതാണ് നിങ്ങളിവിടെ കാണാത്തത് കേട്ടോ. അങ്ങനെ ടീഷർട്ട്സ് ഉണ്ടായിരുന്നു. അത് ആയിരിക്കുന്നു യെസ് നിഹാലിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ടീഷർട്ട്സ്, പാൻസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ലാസി യാഷൊക്കെ അവിടെ ഇങ്ങനെ നോക്കുകയാണ് ഓൽക്ക് എന്താ ഉള്ളത്, ഏതാണുള്ളത് എന്നുള്ളതൊക്കെ. പിന്നെ മമ്മിക്കും ഷിബാക്കും ബാഗുകളുണ്ടായിരുന്നു. പിന്നെ ഇതായി കാണുന്നത് എൻ്റെ ടീഷർട്ടായിരുന്നു, എനിക്ക് ടീഷർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനിയും വേറെയും ടീഷർട്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഭാഗത്തുള്ളത് വെക്കും, അമ്മക്കുള്ളത്. അമ്മക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ടാങ്ക്, പൽപ്പൊടി, ഫാരി, അങ്ങനെ സാധന സാമഗ്രികളാണ്. അങ്ങനെ ഫൈനൽ ഐഷുമാക്ക് 2 ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. എനിക്കും ഐഷുമാക്കും ഏകദേശം സെയിം കളറാണ്. സോ ഞങ്ങൾ രണ്ടുപേരും ട്വിൻ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐഷുമാക്ക് അതൊന്നും വേണ്ട, ഇതാരും നോക്കാതെ കിടക്കുന്ന ഫെയറേനായിരുന്നു. എന്തിനാ വെറുതെ സങ്കടപ്പെടുത്തുന്നത്. ഞാൻ അതെടുത്തിട്ട് ടേബിൾ മേൽ വെച്ചു. ഇനി ആരും കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് തിന്നും ചെയ്യാം. ഞാൻ എന്തായാലും അവിടെ വെച്ചിട്ടോ. ഞാൻ അപ്പം തന്നെ തിന്നുന്ന ഒരു ടൈമിൽ ചെയ്യുന്നില്ല. പിന്നെ ഈ മക്കൾസിന് 2ആൾക്കും നല്ലൊരു കാറ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലാസി വളരെ വളവനായിട്ട് ആദ്യം ഓന് ഏറ്റവും സ്പീഡിലും പേരൊക്കെ നോക്കിയിട്ട് ഓനെടുത്തിട്ട് പിന്നെ യാഷ്പാക്ക് കൊടുക്കുകയാണ് ചെയ്തത്. യാഷ്പാക്ക് പിന്നെ ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഐഷുമാനെ നോക്കണം, ഐഷുമാക്കൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഐഷുമാക്ക് അടുത്ത ടീഷർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ടീഷർട്ട് വേണ്ട, ഓള് ആ പ്രിങ്കിൾസാണ് അവൾക്ക് മെയിൻ.
ഞങ്ങളവിടെ ടീഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള പ്രിങ്കിൾസിനെ നോക്കാൻ പോകും കണ്ടോ വലിച്ചെറിയാണ്. അതൊക്കെ പിന്നെ നോക്കാം. പ്രിങ്കിൾസാണ് ആദ്യം മുഖ്യെന്ന് പറഞ്ഞിട്ടുള്ള ഉമ്മാൻ്റെ അടുത്ത് സുരക്ഷിതമായിട്ടുള്ള ടീഷർട്ട്സൊക്കെ ഏൽപ്പിച്ചു. പിന്നെ ഓള് വേറെ എന്തോ നോക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് കാക്ക് ഷൂ കൊടുത്തത്. അപ്പോൾ വാവ് കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയ 2-3 ഭാഷകൾ പഠിച്ചിരിക്കണേ. എന്നിട്ട് അതൊക്കെ പറയുന്നു വാവ് കൂൾ വാ പാപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഓളെ ഇബ്ബുണ്ട് പുറത്തിരിക്കണം. ഓളെ ഇബ്ബാഗ് കാണിച്ചു കൊടുത്തിട്ട് ഓൾ ഞെട്ടിട്ട് വരാണ്. പിന്നെ കുറച്ച് നേരം വെറും കാലം അത് മാത്രമായിരുന്നു. ഓളോള് പാപ്പ കൊടുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം ഓൾ കാണുമല്ലോ കേട്ടോ. പിന്നെ ഇത് ബോഡി വാഷ്, പിന്നെ എന്താ പറയുക ഷാമ്പൂ, കണ്ടീഷണർ, അതൊക്കെ മക്കൾസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഐഷുമ്മ ഷൂ ഒക്കെ ഇട്ടിട്ട് അവൾ പാപ്പക്ക് കാണിച്ചു കൊടുക്കാൻ നോക്ക്. പാപ്പ ഷൂ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നെക്കിൽ ഓൾ എന്ത് ചെയ്യാണ് പ്രിങ്കിൾസ് എടുക്കുകയാണ്. പിന്നെ ഓള് പ്രിങ്കിൾസ് പൊട്ടിക്കലാണ്. സംഭവം പ്രിങ്കിൾസാണ് മെയിനാണ്. ബാക്കി കുറേ മിഠായും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓൾക്ക് താല്പര്യം പ്രിങ്കിൾസാണ്. അത് കുത്തിക്കുലുക്കി ഇങ്ങനെ നടക്കുകയാണ് കണ്ടോ. പ്രിങ്കിൾസിനെ വിട്ടിട്ട് തന്നെയല്ല, ഷൂ വിട്ടിട്ടില്ല കേട്ടോ. ഷൂ പറഞ്ഞിട്ടൊന്നും ഊരിയിട്ടില്ല. ഓൾ എന്നിട്ട് പ്രിങ്കിൾസ് വെച്ചിട്ട് ബ്രേക്കും മറ്റു മുട്ടായി കണ്ടപ്പോഴും നേരെ അങ്ങോട്ട് പോയി. ഇങ്ങോട്ട് പാപ്പങ്ങൾക്ക് പൊന്തില്ല പറഞ്ഞിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയുന്നത് ഓൾക്ക് അത്രയും പൊന്നില്ല. ഓൾ എന്നിട്ട് ഓളെ മറ്റേ ബാബിക്കും ഓളെ ഇമ്മച്ചിക്കും എനിക്കും ഉമ്മമായത്തും ഉപ്പമായത്തൊക്കെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓൾക്ക് അവസാനം യൂണിക്കോണിൻ്റെ സാധനമൊക്കെ കിട്ടി. ഡോളല്ല യൂണിക്കോൺ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തന്നില്ല. പാപ്പ അത് പാപ്പൻ്റെ അടുത്തോ പാപ്പ പ്രിങ്കിൾസ് മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള മൈൻഡിലേന്ന് ഓള്. അവസാനം ഓളോളെ ഷൂവും ഓളെ യൂണിക്കോണും എല്ലാം കൊണ്ടുകൊണ്ട് ഓളിങ്ങനെ നടക്കുന്നു. ഓൾക്കിന്ന് മെയിൻ ബിക്കോസ് ഓളാണ് ചെറിയ കുട്ടി. അപ്പോൾ ഓൾക്ക് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഞാനും പണ്ട് ചെറുപ്പത്തിലായപ്പോൾ ഇങ്ങനെ തന്നെ ആയിരുന്നു. എൻ്റെ ഒപ്പം പിന്നെ സമയത്ത് നമുക്ക് ചെറിയ കുട്ടികൾക്കാരും ഏറ്റവും കൂടുതൽ സാധനങ്ങളുണ്ടാവും. അങ്ങനെ ഉമ്മ പറയുന്നുണ്ട് അതിങ്ങനെ പൊട്ടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മിഠായി, പിന്നെ ഫൈനലി നമ്മൾ ബിസ്കോഫിൻ്റെ എന്തുണ്ടായിരുന്നു സ്പ്രെഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പെർഫ്യൂമിന് അഡിക്റ്റാണ്. അങ്ങനെ കാക്കിനോട് ഞാൻ പ്രത്യേകം സ്പെഷ്യലായി പറഞ്ഞിട്ട് ഞാൻ എനിക്ക് പെർഫ്യൂം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ പപ്പയുടെ മീൻ ഡബ്ബ നമ്മൾ തൂനുണ്ടല്ലോ, എപ്പോഴും പപ്പനോട് ചോദിക്കുമ്പോൾ പപ്പയൊക്കെ പറയണ്ടാവുക തൂന, കോഫി മേറ്റ്, ബൾബ് അങ്ങനെയൊക്കെ കയറും. പപ്പം അങ്ങനെ എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ പറയാം. അങ്ങനെ എനിക്കൊരു ഷർട്ടും 2 ടീഷർട്ട്സും ഉണ്ടായിരുന്നു. ഞാൻ അതോടെ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് എൻ്റെ സ്പ്രേകളും ഞാൻ എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്പ്രേ ഷെബിൻ്റെ ഒരു സ്പ്രേ എൻ്റെതും. അങ്ങനെ ആ പെട്ടി പൊട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് സേബ പഠിക്കലാണ്. മറ്റാൾ ഇക്കന്മാർക്ക് കിട്ടി 2 കാർ കൊണ്ട് കളിക്കുകയാണ്. പിന്നെ ഓള് ട്രോളി എപ്പോഴും ഓള് പിടിച്ചിരുന്നു കേട്ടോ. സംഭവം ട്രോളിയിലൊന്നുമില്ല, പാപ്പൻ്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ലാസ്റ്റായിട്ട്. പക്ഷേ ഓൾ എപ്പോഴും ട്രോളി എന്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ ഓൾ കാണാതൊരു ഫ്ലൈറ്റിൻ്റെ ഒരു സാധനം ഉണ്ട്, അത് എടുത്ത് വെച്ചിരിക്കുന്നത്. ആ സാധനം പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമത്തിലാണ് ഓൾ തിരിഞ്ഞും കറങ്ങിയും വട്ടം കറങ്ങിയും കുറേ നിന്നിക്കണമെങ്കിലും സംഭവം എന്തായിട്ടില്ല, ഒത്തിട്ടില്ല. അപ്പം ഇതാ നമ്മൾ പെട്ടി പൊട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടി. എനിക്ക് ടീഷർട്ട്സ് ഉണ്ടായിരുന്നു ആൻഡ് മൈ ഫേവറേറ്റ് എവർ പെർഫ്യൂംസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മക്കൾസ് ഡ്രസ്സ് അത് ഇത്. പിന്നെ ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും നമ്മൾ വൈറൽ കുനാഫ ചോക്ലേറ്റ് എഗെയിൻ കാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ബിക്കോസ് ആ ടൈമിലും നമ്മൾ എക്സൈറ്റ്മെൻറ്റ് ചെയ്യുന്നത് വേറെ കാര്യം. എനിക്കിതിൽ മെയിനായിട്ട് എക്സൈറ്റ്മെൻ്റ് ഉള്ളത് ചോക്ലേറ്റ്സിലാണ്. ചോക്ലേറ്റ് കൂടുതൽ കഴിക്കാൻ പറ്റില്ല, ബട്ട് നമുക്ക് എന്താണ് എപ്പോഴും ചോക്ലേറ്റ് കഴിക്കുക അതാണ് സംഭവം. നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായാലും. നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ എല്ലാ മിഠായും സ്റ്റോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് പച്ച മിഠായി ഉണ്ടല്ലോ അതിങ്ങനെ എടുത്ത് തിന്ന് അവസാനമാണ് ഇത് സാധാ ചോക്ലേറ്റ് മിഠായിയും അതേപോലെ പശുമിഠായി. എനിക്ക് പശുമിഠായി അതേപോലെ ബ്യൂൺ എനിക്ക് ഇഷ്ടപ്പെട്ടു, ബൗണ്ടി, അതേപോലെ സ്നീക്കേഴ്സ്, പിന്നെ ഫെറേറല്ല റാഫൽ ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് അത്ര വലിയൊരു സ്റ്റേഷൻ പിടിക്കില്ല. എനിക്ക് ബ്യൂണോ, ഫെറേറോ, അതേപോലെ ലിൻഡ്ര, പിന്നെ കുനാഫ ചോക്ലേറ്റ്, പിന്നെ ഇപ്പോൾ പിന്നെ കിക്കേറ്റ്, ബ്രേക്ക് ആസ് നോർമൽ അതൊക്കെ പോവും. പിന്നെ നമ്മൾ സാധാ കുറച്ച് മിഠായി ഉണ്ടാവുമല്ലോ, അതിപ്പോൾ ഈ ഡേറ്റ് നമ്മൾ കൊണ്ടുവരില്ല. ബിക്കോസ് നമ്മളത് ഐഷുമാക്കടക്കം പുച്ഛാണ് സാധാ മുട്ടനോട്. ഇപ്പോൾ ഓൾ ഇതേമാതിരി കുറച്ച് തിന്നുള്ളൂ, എല്ലാ മിഠായികളും കുറച്ച് തിന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരത് അവിടെ കൊണ്ടുപോയി വെക്കും. പിന്നെ 30 തിന്നൂല. പിന്നെ ഇങ്ങനെ ഞാനിങ്ങനെ ഇടയ്ക്കിട്ട് ഞാൻ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് പെരുന്തമണ്ണെന്ന് പോയി ഇങ്ങോട്ട് വരുമ്പോഴും അത് സ്റ്റോക്കുണ്ട്. അപ്പം ഞാൻ ഇരുന്ന് തിന്നുന്നല്ലാതെ ഓലാരും അങ്ങനെ തിന്നൂല. ഞാനാണ് മെയിൻ മിഠായി തീറ്റവർ. ഞാൻ മാത്രമല്ല കേട്ടോ, ഐഷുമൊക്കെ ഉണ്ട്. ഓലൊക്കെ ഒരു പാകമാണ്. ഞാനും ബ്യൂണൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് തീരും. ബ്യൂണൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീരും, ഫെറേറൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീരും. പിന്നെ ഇങ്ങനെ പതുക്കെ ഓരോന്ന് കഴിക്കും. പിന്നെ ഫെയറി ടാങ്ക് അങ്ങനത്തെ മറ്റു സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇക്കണ്ട സാധനങ്ങളൊക്കെയാണ് നമ്മളൊരു പെട്ടിയിലുള്ളത്. എന്താണ് നമ്മളൊരു പെട്ടി പൊട്ടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ കൊണ്ടുവരുന്നവർക്ക് പിന്നെ ഓൾറെഡി അറിയാമല്ലോ അതിൽ എന്താണ്. അപ്പോൾ ഓൾക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഇടാമല്ലോ, നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഇടാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പരിപാടി. അപ്പോൾ ഇതാണ് നമ്മളൊരു പെട്ടി പൊട്ടിക്കൽ പരിപാടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോ വരെ ബൈ.